ഇന്ന് കടയിൽ പോയപ്പോൾ മാങ്ങ കണ്ടപ്പോൾ 2 മാങ്ങ മേടിച്ചിട്ടോ. എൻ്റെ ഈ ഒരു വലുപ്പത്തിലാക്കി കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി മാറ്റി വെച്ചിട്ടോ. ചെറിയ ചെറിയ പീസാക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കാൻ നിന്നില്ല. ഇതിനു മുമ്പ് ഞാൻ മാങ്ങ അച്ചാർ ഇട്ടിട്ടേ ഇല്ല. പക്ഷേ മീനിൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ അച്ചാർ, ചെറിയ മീനില്ല, അതൊക്കെ അച്ചാർ ഇട്ടിട്ടുണ്ട്. ആ ഒരു പരിചയത്തിലാണ് ഇടാൻ പോണത്. അപ്പോൾ അതേ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുക് പൊട്ടിക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ചെറിയ കഷ്ണത്തിലാണ് അരിയേണ്ടത്, പക്ഷേ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞുള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പം ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി ഇട്ട് മൂപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം അച്ചാർ പൊട്ടിടുന്നുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 5-4 ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വേപ്പെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേപ്പെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് മാങ്ങ, നമ്മൾ ഉപ്പിട്ട് മാറ്റി വെച്ച മാങ്ങ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മാങ്ങ അച്ചാറും എല്ലാ അച്ചാറും ഇടുന്ന എക്സ്പേർട്ടായ ആൾക്കാർ വേറെ ഉണ്ടാവും. അവരിത് കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട. ഒന്നാമത് ഈ അച്ചാർ ഉണ്ടാക്കാൻ ഇപ്പം എനിക്ക് ഇച്ചിരി മടിയുണ്ട്. അതുകൊണ്ടും കൂടിയാണ് തട്ടിക്കൂട്ടൊരു അച്ചാർ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.